BJP ഡീൽ ആരോപണത്തിന് പിന്നാലെ കത്തിക്കേറി SDPIയുമായുള്ള ഡീൽ വിവാദവും SDPI വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ CPIM ജനറൽ സെക്രട്ടറി MA ബേബി തയ്യാറാകാതിരുന്നപ്പോൾ SDPIയെക്കുറിച്ചുള്ള തുടർ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയായിരുന്നു. SDPI വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. എന്നാൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. അതിനിടയിൽ UDFിനെ സമ്മർദ്ദത്തെ തുടർന്നാണ് മഞ്ചേശ്വരത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് എന്ന് വെളിപ്പെടുത്തി SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫ് രംഗത്തെത്തി. ദേശീയ നേതാക്കൾ എത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഡീലിൽ ചുറ്റിത്തിരിയുകയാണ്. BJP CPIM ഡീലിന് പുറമെ SDPIയുമായും ഡീലുണ്ടെന്ന ആരോപണത്തിന് മൂർച്ച കൂട്ടുകയാണ് UDF. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല കേരളത്തിലുടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. എന്നാൽ ഡീൽ ആരോപണം നുണ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. എല്ലാ വർഗീയ ശക്തികളെയും ഒരുപോലെ എതിർക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ക്ഷുഭിതനായി. താനാണോ SDPIയുടെ നിലപാട് പറയേണ്ടത് എന്നായിരുന്നു മറുചോദ്യം. SDPIയെ കുറിച്ച് ഞാനാണോ മറുപടി പറയുന്നത്? SDPIക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ? വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചാൽ മതി കേട്ടോ. ഡീൽ ആരോപണം കനുകോലു ക്യാപ്സ്യൂൾ എന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. UDFിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് മഞ്ചേശ്വരത്ത് SDPI നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതെന്നും MA ബേബി ആരോപിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഒരു സീറ്റിൽ SDPI സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിക്കാൻ തീരുമാനിച്ചത് UDFിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കരാർ പണി കൊടുത്തിരിക്കുകയാണ്, ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമല്ലോ. ഒരാളുടെ പേര് കനുകോലു എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ സംഭവവികാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. ബേബിയുടെ ആരോപണം ശരിവെച്ച് SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫ് രംഗത്തെത്തി. അവരും സമ്മർദ്ദം ചെലുത്തി, അവർ അതിനേക്കാൾ കൂടുതൽ അവർ സംഘടനകളോട് സമ്മർദ്ദം ചെലുത്തിയതാണ്. അതാണ് യാഥാർത്ഥ്യം. അവരുടെ പ്രസ്താവനകൾ പോലും അവർ ഇറക്കിയിട്ടുണ്ട്. SDPI വോട്ട് വേണ്ടെന്ന് പറയുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സംഭവം വെൽഫെയർ പാർട്ടി UDFിന് പിന്തുണ കൊടുക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. PDP പിന്തുണ കൊടുത്തല്ലോ LDFിന്. PDP ഭയങ്കര മതേതര പാർട്ടിയാണോ? ഇപ്പൊ PDP മതേതരവാദികളാണ്, SDPI മതേതരവാദികളാണ് CPMന് അല്ലേ? SDPI പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയെ കൊണ്ടൊരു മറുപടി പറയിപ്പിക്കും, മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആവല്ലെന്ന് പറഞ്ഞു. എന്നാൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്ന നിലപാടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്. ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ, ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത സാഹചര്യമാണ്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് വേണ്ടാന്ന് സ്ഥാനാർത്ഥികൾ ഒരിക്കലും പറയാറില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.